ഇന്ന് ഇപ്പോൾ നമ്മൾ എക്സാമിന് വളരെ നമ്മളെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ കൂടി ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ക്ലാസ് അവസാനിപ്പിക്കണം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട എക്സാമിൽ ചോദിക്കപ്പെടുന്ന ബലാഗയിലെ പാർട്ടുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇന്ന് തഷ്ബീഹും തഷ്ബീഹിന്റെ 4 അക്സാമുകളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് സദൃശ്യപ്പെടുത്തുക. ഇതാണല്ലോ തഷ്ബീഹ് എന്ന് പറഞ്ഞത്. തഷ്ബീഹിനിക്ക് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. എല്ലാവർക്കും അറിയുന്ന മസല തന്നെയാണ്. സെയ്ദ് സിംഹത്തെ പോലെ തന്നെയാണ് ഫിഷജാഅത്തി, ധീരതയുടെ വിഷയത്തിൽ. ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് സദൃശ്യമാക്കപ്പെടുന്ന ആള് സെയ്ദാണ്. സദൃശ്യമാക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ മുഷബ്ബഹ് എന്ന് പറയും. ആരോടാണോ സദൃശ്യമാക്കുന്നത് ആ വസ്തുവിനെ സംബന്ധിച്ച് മുഷബ്ബഹ് ബിഹി എന്ന് പറയും. ഏത് വിഷയത്തിലാണോ സദൃശ്യമാക്കുന്നത് അതിന് വജുഹു ഷബഹ് എന്ന് പറയും. ഏത് ഹർഫിനെ കൊണ്ടാണോ ചിലപ്പോ ഹർഫന്നെ ആവണമെന്നില്ല. ഇപ്പോ സെയ്ദുൻ യുഷ്ബിഹു അസദൻ എന്ന് പറഞ്ഞാലും തഷ്ബീഹ് തന്നെയാണ്. അപ്പോ ഏത് സംഗതി ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മൾ ഈ തഷ്ബീഹ്, ഈ സദൃശ്യം നടത്തുന്നത്, അതിനെ പറ്റിയിട്ട് അദാത്തു തഷ്ബീഹ് എന്ന് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തഷ്ബീഹിന് 4 റുക്കനുകളുണ്ട്. മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, വജുഹു ഷബഹ്, അദാത്തു തഷ്ബീഹ്. ഈ 4 റുക്കനുകളുണ്ട് തഷ്ബീഹിനിക്ക്. മുഷബ്ബഹ് ബിഹി, വജുഹു ഷബഹ്, അദാത്തു തഷ്ബീഹ്. ഇങ്ങനെ 4 റുക്കനുകളുണ്ട്. ഇനി എക്സാമിന് വരുന്ന സംഗതിയാണ്, എന്താണ് തഷ്ബീഹ് മുർസൽ, എന്താണ് തഷ്ബീഹ് മുഅക്കദ്, എന്താണ് തഷ്ബീഹ് മുഫസ്സൽ, എന്താണ് തഷ്ബീഹ് മുജ്മൽ. ഇവിടെ ശ്രദ്ധിക്കുക. തഷ്ബീഹ് മുർസൽ എന്ന് പറഞ്ഞാൽ തഷ്ബീഹിന്റെ 4 ഇനങ്ങളാണ്. ഒന്ന് ഹെഡിങ് ചെയ്ത തഷ്ബീഹ് മുർസൽ. തഷ്ബീഹ് മുർസൽ ഓരോന്നും ഉദാഹരണം പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. തഷ്ബീഹ് മുർസൽ എന്ന് പറഞ്ഞാൽ അദാത്തു തഷ്ബീഹ്, അതായത് കാഫിനെ പറയപ്പെട്ട തഷ്ബീഹിനിക്കാണ് തഷ്ബീഹ് മുർസൽ എന്ന് പറയുക. ഇപ്പൊ ഉദാഹരണമായിട്ട് സെയ്ദുൻ കൽ അസദി ഫി ഷജാഅത്തി, അവിടെ കാഫിനെ പറയപ്പെട്ടിട്ടുണ്ട്. അദാത്തു തഷ്ബീഹ് ചെയ്യുന്ന ഉപകരണത്തെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സെയ്ദ ആകുന്നത് സിംഹത്തെ പോലെയാണ്. അപ്പൊ പോലെ എന്നുള്ള അർത്ഥമുള്ള കാഫിനെ പറയപ്പെട്ടു. അതാണല്ലോ തഷ്ബീഹിന്റെ അദാത്ത്. അപ്പൊ തഷ്ബീഹിന്റെ അദാത്തിനെ പറയപ്പെട്ട തഷ്ബീഹിനിക്കാണ് തഷ്ബീഹുൽ മുർസൽ എന്ന് പറഞ്ഞാൽ. തഷ്ബീഹ് മുർസൽ എന്ന് പറഞ്ഞാൽ ഇത് 4 അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് തഷ്ബീഹിന്റെ അദാത്ത് ഇല്ലെങ്കിൽ ഒന്നുകൂടി തഷ്ബീഹിനിക്ക് എന്തുണ്ടാകും, പവർ കൂടുതൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അത്തരം തഷ്ബീഹിനിക്ക് തഷ്ബീഹ് മുഅക്കദ് എന്ന് പറഞ്ഞാൽ. തഷ്ബീഹ് മുഅക്കദ് എന്ന് പറഞ്ഞാൽ തഷ്ബീഹ് മുഅക്കദ് എന്ന് പറഞ്ഞാൽ അദാത്തു തഷ്ബീഹിനെ പറയപ്പെടാത്ത. അപ്പൊ സെയ്ദ് സിംഹമാണ് എന്നാണ് പറയുള്ളൂ. സെയ്ദ് സിംഹമാണ് എന്ന് പറയും. അപ്പൊ സെയ്ദ് സിംഹമാണ്, സെയ്ദ് സിംഹത്തെ പോലെയാണ് എന്ന് പറയില്ല. അപ്പൊ ഒന്നുകൂടി തഷ്ബീഹിനിക്ക് സ്ട്രെസ് കൂടുതലാണ്. അതുകൊണ്ട് അദാത്തു തഷ്ബീഹിനെ പറയാത്ത തഷ്ബീഹിനിക്ക് തഷ്ബീഹുൻ മുഅക്കദ്. മുഅക്കദ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ശക്തി കൂടുക എന്നല്ല അർത്ഥം. അപ്പൊ തഷ്ബീഹ് മുഅക്കദ്. ഇങ്ങനെ ശക്തിയിൽ നിന്ന് അയച്ചിടപ്പെട്ട തഷ്ബീഹ് എന്നുള്ള അർത്ഥത്തിലേക്ക് തഷ്ബീഹുൻ മുർസൽ എന്നും പറയും.
തശ്ബീഹ് മുഅക്കദിനിക്ക് ഒരു ഉദാഹരണം അൽ ഇൽമു. തശ്ബീഹ് മുഅക്കദ് എന്ന് പറഞ്ഞാല് പിന്നെ അദാത്തു തശ്ബീഹിനെ പറയപ്പെടാത്ത തശ്ബീഹ്. അൽ ഇൽമു നൂറുൻ ഫിൽ ഹിദായ. അൽ ഇൽമു നൂറുൻ ഫിൽ ഹിദായ. ഇവിടെ അറിവാകുന്നത് പ്രകാശമാണ് എന്ന് പറഞ്ഞു. കാരണം അറിവ് കൊണ്ടും നമുക്ക് ഉപകാരമുണ്ട്, അതുപോലെ പ്രകാശം കൊണ്ടും നമുക്ക് ഉപകാരമുണ്ട്. അറിവ് പ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? വഴിയൊക്കെ കാണാൻ കഴിയും. അറിവുണ്ടെങ്കിലും നമുക്ക് ആത്മീയ വഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ രണ്ടും നമുക്ക് വഴി അറിച്ചു തരുന്നുണ്ട്. അൽ ഇൽമു നൂറുൻ. ഇനി അടുത്തത് തശ്ബീഹ് മുഫസ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തശ്ബീഹ് മുഫസ്സൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തശ്ബീഹ് മുഫസ്സൽ എന്ന് പറഞ്ഞാൽ വജഹു ഷബഹ് പറയപ്പെട്ട തശ്ബീഹിനിക്കാണ് തശ്ബീഹ് മുഫസ്സൽ എന്ന് പറയാം. അത് മനസ്സിൽ ഒന്ന് ആലോചിക്കാൻ വേണ്ടിട്ട് ഒരു ക്ലൂ പറഞ്ഞുതരാം. അതായത് കാര്യങ്ങളൊക്കെ ഒന്ന് പരത്തപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് വിശാലമായി പറയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സെയ്ദ് സിംഹത്തെ പോലെയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിലാണ് സെയ്ദ് സിംഹത്തെ പോലെയാണ് എന്ന് പറഞ്ഞത്? സെയ്ദിനിക്ക് ഭയങ്കര താടിണ്ട്, അതേപോലെ സിംഹത്തിനും ഭയങ്കര സടുണ്ട്, ആ വിഷയത്തിലാണോ? വജുഹുഷബഹ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അതൊന്ന് കാര്യത്തെ വിശാലമായി പറഞ്ഞ തശ്ബീഹാണ്. ആ തശ്ബീഹിനെ പറ്റിയിട്ട് തശ്ബീഹുൻ മുഫസ്സൽ എന്ന് പറയും. എന്നാൽ വജുഹു ഷബഹ് പറയാതെ ഏത് വിഷയത്തിലാണ് വജുഹു ഷബഹ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ആ തശ്ബീഹിനെ പറ്റിയിട്ട് തശ്ബീഹ് മുജ്മൽ എന്ന് പറയും. ഇനി തശ്ബീഹ് മുഫസ്സലിന് ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെയ്ദുൻ കൽ അസദി ഫി ഷജാഅ. സെയ്ദ് സിംഹത്തെ പോലെയാണ് ഫി ഷജാഅ, ധീരതയുടെ വിഷയത്തിൽ. അവിടെ വജ്ഹു ഷബഹ് പറയപ്പെട്ടിട്ടുണ്ട്. ഇനി അതേ ഉദാഹരണം തന്നെ സെയ്ദുൻ കൽ അസദി എന്ന് മാത്രമാണ് എങ്കിൽ ആ തശ്ബീഹിനെ പറ്റിയിട്ട് തശ്ബീഹ് മുജ്മൽ എന്ന് പറയും. ഇനി ഒരു തശ്ബീഹും ഉണ്ട്, എക്സാമിന് വരുന്ന തശ്ബീഹിനാണ്. അത്തശ്ബീഹുൽ ബലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തശ്ബീഹ് ബലീഗ് എന്ന് പറഞ്ഞാൽ വജ്ഹു ഷബഹും അദാത്തു തശ്ബീഹും രണ്ടും ഇല്ലാത്ത തശ്ബീഹിനിക്കാണ് അത്തശ്ബീഹുൽ ബലീഗ് എന്ന് പറയാം. അതായത് സെയ്ദുൻ അസദുൻ അത്രേ ഉണ്ടാവുള്ളൂ, സെയ്ദ് സിംഹമാണ് അത്രേ ഉണ്ടാവുള്ളൂ.
ഫിഷ് സെയ്ദുൻ കൽ അസദി എന്നുള്ള അദാത്തു തശ്ബിഹും ഇല്ല, ഫിഷ് ഷജാഅത്തി എന്നുള്ള വജ്ഹുഷബഹും ഇല്ല. അപ്പൊ വജ്ഹുഷബഹും ഉണ്ടാവുകയില്ല, അദാത്തു തശ്ബീഹും ഉണ്ടാവുകയില്ല എങ്കിൽ ആ തശ്ബീഹിനെ സംബന്ധിച്ച് അത്തശ്ബീഹുൽ ബലീഗ് എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് തശ്ബീഹ് എന്നും തശ്ബീഹിന്റെ 4 റുക്നുകളും, എന്താണ് തശ്ബീഹ് മുർസൽ, മുഅക്കദ്. മുർസൽ മുഅക്കദ് എന്നുള്ളത് കാഫുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. പിന്നെ മുഫസ്സല് മുജ്മല് എന്നുള്ളത് വജ്ഹുഷബഹുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. തശ്ബീഹ് ബലീഗ് എന്ന് പറഞ്ഞാല് കാഫുമില്ല വജ്ഹുഷബഹുമില്ല, ഇതാണ്. അപ്പൊ ഈ സംഗതികൾ എത്രയോ എക്സാമിന് ചോദിക്കപ്പെട്ടതാണ്, പരസ്പരം ആട്ടും ഇങ്ങോട്ട് മാറിപ്പോവും ആളുകൾക്ക്. അപ്പൊ അതൊന്ന് എന്താണ് മുർസൽ? മുർസൽ എന്ന് പറഞ്ഞാല് തേക്കീദിൽ നിന്ന് ഒയ്യപ്പെട്ടത്, അതുകൊണ്ടാണ് മുർസൽ എന്നുള്ള പേര് വന്നത്. വജ്ഹുഷബഹിനെ ഒന്ന് പരത്തി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് മുഫസ്സലാണ്. അത് പരത്താതെ വജ്ഹുഷബ് പിന്നെ പരത്തി പറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് മുജ്മൽ എന്നും. തശ്ബീഹ് ബലീഗ് എന്ന് പറഞ്ഞാല് വജ്ഹുഷബഹിനെയും അദാത്തു തശ്ബീഹിനെയും പറയാത്ത തശ്ബീഹിനാണ് പറയുന്നത്. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ് ഇസ്തിആറത്ത് എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു ചെറിയ സംശയം ചോദിക്കും, സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇസ്തിആറത്തും തശ്ബീഹും തമ്മിൽ വ്യത്യാസം ഇപ്പൊ എന്താണ്? അല്ല, ഒരേ സമയം ഉദാഹരണത്തിന് ഒരേ സമയം എന്താവാം, തശ്ബീഹ് മുഫസ്സലും ആകാം, തശ്ബീഹ് മുർസലും ആയിക്കൂടെ? ഓക്കെ ഓക്കെ. അപ്പൊ അത് സ്വാഭാവിക സംശയം ഉണ്ടാവും, കാരണം അങ്ങനെ ആവാലോ. രണ്ട് അങ്ങനെ ആവാം. മാനദണ്ഡം ബേസ്. ഇപ്പൊ സെയ്ദുൻ കൽ അസദി ഫി ഷജാഅത്തി എന്ന് പറഞ്ഞ തശ്ബീഹ് മുഫസ്സലാണ്, അതേസമയം അത് തശ്ബീഹ് മുർസലാണെന്ന് പറയാലോ. ഓക്കെ ഓക്കെ ഓക്കെ. അത്തരം സാഹചര്യങ്ങളിൽ ആ ഉദാഹരണം രണ്ടിനും പറ്റും. പക്ഷെ നമ്മളെ ഓപ്ഷനിൽ ഒരു ചോയ്സ് ഉണ്ടാവുള്ളൂ. നമ്മളെ അതന്നെ, അത് സംശയം ആവണ്ടെന്ന് ചോദിച്ചു. അത് നമ്മൾ ഓപ്ഷനിൽ ഒരു ചോയ്സ് ഉണ്ടാവുകയുള്ളൂ. ചില പിന്നെ നമ്മളെ ജിനാസിന്റെ ബാബിൽ തന്നെ ചില സംഗതികളിലൊക്കെ 2 ഉണ്ടാകുന്ന ചോയ്സ് ഉണ്ടാവാറുണ്ട്. അത് ഇൽമുൽ ബദീൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത്തരം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും പിന്നെ ഈ പറഞ്ഞതിൽ ഏറ്റവും ഇത് താഴെ പറഞ്ഞത് എന്തിനു ഉദാഹരണമാണെന്ന് ചോദിക്കും. ചിലപ്പോൾ അവിടെ 2 ഉദാഹരണമായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ അതൊരു ബലാഗൽ വാദിയെ എടുത്തിട്ടാണ് ആ ചോദ്യം വരുന്നത്. അപ്പൊ ബലാഗൽ വാദിയിൽ ഏതിന് ഉദാഹരണമായിട്ടാണ് അത് പറഞ്ഞത്, അതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലിക്ക് ആക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് പരിഗണിക്കും, അല്ലെങ്കിൽ പരിഗണിക്കൂല. ഒരു പ്രാവശ്യം ഞാൻ നെറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ ചാലഞ്ച് ചെയ്തിരുന്നു, ഇതിനും പറ്റൂല എന്നുള്ള നിലക്ക്. പക്ഷെ അവർ അത് അംഗീകരിച്ചില്ല. എന്നാലോ നിയമപ്രകാരം അത് പറ്റുമെന്നുള്ളത് നമുക്ക് ഉറപ്പുമാണ്. 90% ഇങ്ങനെ ഉണ്ടാകും ഷാഫി സാറെ. അതായത് ഈ നമ്മൾ കൊടുത്ത 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നിനെ അത് പറ്റുള്ളൂ. അപ്പൊ പിന്നെ മുർസലുമാണ് മുർസലിന്റെ മുജ്മലിന്റെ ഉദാഹരണമായിട്ട് വരിക എന്നുള്ളത് കുറവായിരിക്കും ഓപ്ഷനിൽ. കൺഫ്യൂഷൻ ആവണ്ടായിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, ശുക്രൻ, ബാറക്കല്ലാഹു ഫീക്കും. അൻത ഇദാ കുൻത മൗജൂദൻ ലൈസ ഹുനാക ഇഷ്കാൽ വലാ ഇഷ്കാലിയ. അഫ്ഗാനി അവസ്ഥ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ലുഗവിയായ മജാസ്, നമ്മള് ഇസ്തിആറത്തിലേക്കും അതുപോലെ ഇസ്തിആറത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ലുഗവിയായ മജാസ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നൊന്ന് പരിചയപ്പെടേണ്ടത്. അപ്പൊ ടൈറ്റിൽ എഴുതിക്കോളി, അൽ മജാസുൽ ലുഗവി. അൽ മജാസുൽ ലുഗവി.
ഇനി നമ്മളെ ദർസുകളിലൊന്നും ഓതാത്ത കിതാബ് ഓതാത്ത ആളുകൾക്ക് ഒരു ഇൽമുൽ ബലാഗന്റെ ഒരു വിഷയം ചെറിയൊരു പ്രയാസം ഉണ്ടാകും. അതായത് അക്ലിയായ മജാസും ഉണ്ട്, ലഫ്ലിയായ മജാസും ഉണ്ട്. ഇവ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. അക്ലിയായ മജാസും ഉണ്ട്, ലഫ്ലിയായ മജാസും. അക്ലിയായ മജാസ് എന്ന് പറഞ്ഞാല് സിമ്പിള്, ഞാൻ എന്റെ ചർച്ച ഇപ്പൊ അക്ലിയായ മജാസ് അല്ല, ലുഗവിയ മജാസാണ്. കാരണം ഇസ്തിആറത്തുമായി ബന്ധപ്പെടുന്നത് ലുഗവിയ മജാസാണ്. പക്ഷെ മൊത്തത്തിൽ വിഷയം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് അക്ലിയ മജാസ്. മജാസിന്റെ അക്സാമുകളിൽ എക്സാമിന് ഉള്ളത് കൊണ്ട് തന്നെ അക്ലിയ മജാസും എക്സാമിന് വരാൻ സാധ്യത ഉണ്ട്. അക്ലിയ മജാസ് എന്ന് പറഞ്ഞാല് ഒരു ഫീലിനെ അതിന്റെ ഹക്കീക്കിയായ ഫായിലേക്ക് അല്ലാതെ ഇസ്നാദ് ചെയ്യാന്നർത്ഥം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എല്ലാവരും പറയുന്ന ഒരു ഉദാഹരണമാണ് ദിവസങ്ങൾ എന്റെ മുടിയെ നരപ്പിച്ചു എന്ന് പറയണം. കാലം എന്നെ നരപ്പിച്ചു എന്ന് പറയണം. കാലം എന്നെ നരപ്പിച്ചു. ശരിക്ക് അപ്പോ ഷയ്യബനി അസ്സമാനു, കാലം എന്നെ നരപ്പിച്ചു. അപ്പൊ ശരിക്ക് നമ്മളെ നരപ്പിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു ആണ്, കാലം അല്ല. അപ്പൊ ഷയ്യബ എന്നുള്ള ഫീലിന്റെ ഹക്കീക്കിയായ ഫായിൽ, അതായത് റിയൽ ഫായിൽ അള്ളാഹു ആണ്. അപ്പൊ ഷയ്യബ എന്നുള്ള ഫീലിനെ അള്ളാഹുവിലേക്ക് ചേർക്കാതെ കാലത്തിലേക്ക് ചേർക്കുക, അതാണ് അക്ലിയ മജാസ്. അക്ലിയ മജാസ് പറഞ്ഞ ഒരു ഫീലിനെ അതിന്റെ ഫായിലിലേക്ക് യഥാർത്ഥ ഫായിലേക്ക് ചേർക്കാതെ വേറൊരു ഫായിലേക്ക് ചേർക്കുക, അതിലേക്കാണ് അക്ലിയ മജാസ് എന്ന് പറയുന്നത്. അതായത് ഇസ്നാദിലുള്ള ചേർക്കലിലുള്ള മജാസ്. അതായത് ഒരു മുസ്നദിനെ അതിന്റെ ഹക്കീക്കിയായ മുസ്നദ് ഇലൈഹിയിലേക്കല്ലാതെ, അതായത് ഒരു ഫീലിനെ അതിന്റെ ഹക്കീക്കിയായ ഫായിലേക്കല്ലാതെ ഇസ്നാദ് ചെയ്യുന്ന മജാസിനേക്കാണ് അക്ലിയായ മജാസ് എന്ന് പറയുന്നത്. അക്ലിയ മജാസിനെ പറ്റിയിട്ട് ചോദ്യം ഒന്നും എക്സാമിൽ എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. പക്ഷെ മജാസിന്റെ അക്സാമിൽപ്പെട്ട ഒരു കിസ്മ തന്നെയാണ് അക്ലിയ മജാസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത്, അപ്പൊ അക്ലിയ മജാസ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ലുഗവിയായ മജാസ്. ലുഗവിയായ മജാസ് അവിടെയാണ് ഇപ്പം ഇസ്തിയാറത്ത് ഞാൻ എടുക്കുന്നതിന് മുമ്പ് ലുഗവിയ മജാസ് എന്താണെന്ന് പറയണം. ലുഗവിയ മജാസ് എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ള് അതിന്റെ വെക്കപ്പെടാത്ത മാനയിൽ പ്രയോഗിക്കപ്പെടുന്ന സമയത്ത് അതിലേക്ക് പറയുന്ന പേരാണ് ലുഗവിയ മജാസ് എന്ന് പറയുന്നത്. ഒരു ലഫ്ള്, ആ ലഫ്ളിന് വെക്കപ്പെട്ട ഒരു മാന ഉണ്ടാവും, ആ മാനയിലല്ലാതെ വേറൊരു മാനയിൽ ഒരു ലഫ്ള് അറിയിക്കുന്ന സമയത്താണ് ആ ലഫ്ള് ലുഗവിയ മജാസ് എന്ന് പറയാം. താരിഫ് ഹുവൽ ലഫ്ളുൽ മുസ്തഅമലു ഫീ ഗൈരിൽ മാനൽ മൗളൂഇ ലഹു. അപ്പൊ വെക്കപ്പെടാത്ത മാനയിൽ പ്രയോഗിക്കപ്പെടുന്ന ലഫ്ളിനാണ് ലുഗവിയ മജാസ് എന്ന് പറയുന്നത്. അപ്പൊ അക്ലിയ മജാസും ലുഗവിയ മജാസും തമ്മിലുള്ള വ്യത്യാസം, ലുഗവിയ മജാസ് ഒരു ലഫ്ലുമായി ബന്ധപ്പെട്ടതായിരിക്കും. അക്ലിയ മജാസ് ഇസ്നാദിൽ, ചേർത്തലിലായിരിക്കും. ഒരു ഫീലിനെ ഫായിലേക്ക് ചേർത്തലിലാണ് മജാസ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ, നിങ്ങളുടെ നാട്ടില് തിരുവനന്തപുരത്ത്
കോളേജ് തിരുവനന്തപുരത്താണ്, പഠിക്കുന്ന ആളുകളൊക്കെ കൂടുതലും മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഓനിങ്ങനെ ചെത്തി നടക്കുക എന്നിങ്ങനെ പറയാൻ പറയാം. ഓനാളൊരു ഫ്രീക്കനാണ്, ചെത്തി നടക്കുക എന്ന് പറയും. അപ്പൊ ശരിക്ക് ചെത്തുക എന്നുള്ള ലഫ്ദ്, ശരിക്കും ആ ലഫ്ദ് വെക്കപ്പെട്ടത് കല്ല് ചെത്തുക എന്നുള്ളതിനേക്കാണ് ആ ലഫ്ദ് വെക്കപ്പെട്ടത്. പിന്നെ നമ്മളെ ഈ മുടിയൊക്കെ അപ്പാച്ചി ആക്കണതും മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കുലുക്കി ഇങ്ങോട്ട് പെണ്ണുങ്ങളൊക്കെ നോക്കി നടക്കണ ഇത് ആ ചെത്തലിലേക്ക് അതെന്താക്കുകയാണ്, ആ മന വന്നതാണ്. അപ്പോ ഇവിടെ ചെത്തുക എന്നുള്ള ലഫ്ദ് ആ വെക്കപ്പെട്ട മാനയിലല്ലാതെ വേറൊരു മാനയിലാണ് അത് പ്രയോഗിച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ കല്ല് ചെത്തുക എന്നുള്ളതും അതുപോലെ മുടി ഇങ്ങനെ ഒരു സൈഡിക്കൊക്കെ ആക്കിയിട്ട് പിന്നെ മുടി അവിടെയും ഇവിടെയൊക്കെ വെട്ടുകയും പിന്നെ സ്റ്റൈലാക്കണതും തമ്മിലൊരു സദൃശ്യത ഉണ്ട്. അപ്പം പിന്നെ മജാസ് ലുഗവിയിൽ എപ്പോഴും എന്തുണ്ടാകും, പിന്നെ ഷിയാബ് അപ്പാച്ചി എന്ന് പറയണ്ടല്ലോ, മജാസ് ലുഗവിയില് എന്തുണ്ടാകും, മജാസ് ലുഗവിയിൽ വെക്കപ്പെട്ട മാനയും വെക്കപ്പെടാത്ത മാനയും തമ്മിൽ ഒരു സദൃശത ഉണ്ടാവും മജാസ് ലുഗവിയിൽ. ശ്രദ്ധിക്കുക, മജാസ് ലുഗവിയിൽ വെക്കപ്പെട്ട മാനയും വെക്കപ്പെടാത്ത മാനയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. മജാസ് ലുഗവി എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ദിലുള്ള മജാസാണ്, വെക്കപ്പെടാത്ത മാനയിൽ പ്രയോഗിക്കപ്പെട്ട ലഫ്ദ്. ആ ലഫ്ദിന് ഇവിടെ വെക്കപ്പെട്ട മാനയും വെക്കപ്പെടാത്ത മാനയും തമ്മിൽ ഒരു അലാഖത്തുണ്ടാവും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ്, അലാഖത്തിനൊരു ഉദാഹരണം പറയാണ്. ഞാന് കോഴിക്കോട് പോയ സമയത്ത് പിന്നെ ഇങ്ങനെ പറയാണ്, തിരുവനന്തപുരത്തേക്ക് ഞാൻ പോയ സമയത്ത് ഞാൻ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു സമുദ്രത്തെ കണ്ടുവന്നു. ആ സമുദ്രം മുത്തുകൾ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ബഹർ യൂണിവേഴ്സിറ്റിയിൽ അറബി ഡിപ്പാർട്ട്മെന്റിൽ സമുദ്രത്തെ കണ്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ ബഹർ എന്നുള്ള ലഫ്ദിനെ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു വലിയ ഒരു ആലിമിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ബഹർ എന്നുള്ള ലഫ്ദിന്റെ വെക്കപ്പെടാത്ത ഒരു മാനയിലാണ് പ്രയോഗിച്ചത് നമ്മൾ. അപ്പൊ ഒരു ലഫ്ദിനെ അതിന്റെ വെക്കപ്പെടാത്ത മാനയിൽ പ്രയോഗിക്കുന്ന സമയത്ത് അത് മജാസ് ലുഗവി ആയിരിക്കും. ഇവിടെ രണ്ടും തമ്മിൽ എന്താ, ബഹറും ഈ അവിടെയുള്ള ആ ഇൽമുള്ള ആളും തമ്മിൽ എന്താ സദൃശ്യത, എന്താണ് സദൃശ്യത? കെസ്രത്താണ്. ഒന്ന് കെസ്രത്തുൽ ഇൽമാണ്, മറ്റ് കെസ്രത്തുൽ മാ ആണ്. അപ്പൊ മജാസ് ലുഗവി, ഇനിയിപ്പോ ഞാൻ മജാസ് ലുഗവിയെ രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്യാൻ കേട്ടോ. മജാസ് ലുഗവിയിൽ വെക്കപ്പെട്ട മാനയും ഒരു ലഫ്ദ്, മജാസ് ലുഗവി എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ദാണ്, ആ ലഫ്ദ് വെക്കപ്പെടാത്ത മാനയിൽ പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ ലഫ്ദിനെ പറ്റിയിട്ടാണ് മജാസ് ലുഗവി എന്ന് പറയുന്നത്. ആ മജാസ് ലുഗവിക്ക് അലാഖത്ത് വേണം, അതായത് വെക്കപ്പെട്ട മാനയും വെക്കപ്പെടാത്ത മാനയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണം, റിലേഷൻ വേണം. ആ റിലേഷൻ രണ്ടും തമ്മിൽ പരസ്പരം സദൃശ്യത ആണെങ്കിൽ, രണ്ടും തമ്മിൽ മുഷാബഹത്ത് ഉണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുഷാബഹത്ത് ഉണ്ട് എങ്കിൽ ആ മജാസ് ലുഗവിക്ക് ഇസ്തിആറത്ത് എന്ന് പേര് പറയും.
ഇല്ലെങ്കിൽ ആ മജാസ് ലുഗവിക്ക് മജാസ് മുർസൽ എന്ന് പേര് പറയും. ഇപ്പോ രണ്ടിനും ഒരു ഉദാഹരണം പറയാനുണ്ട്. ഞാന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാണ്. റഅയ്തു അസദൻ ഫീ കാലിക്കൂത്ത്. ഞാൻ കോഴിക്കോട് ഒരു സിംഹത്തെ കണ്ടു. ആളുകളൊക്കെ വരച്ച വരെ നിർത്തുന്ന ഒരു സിംഹത്തെ ഞാൻ കണ്ടു കോഴിക്കോട്. എല്ലാവരും ഇങ്ങനെ പറയാ റഅയ്തു അസദൻ ഫി കണ്ണൂർ. കണ്ണൂരിൽ ഞാനൊരു സിംഹത്തെ കണ്ടു എന്ന് പറയും. എന്നിട്ട് ആ സിംഹത്തെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രാഷ്ട്രീയമൊക്കെ അല്ലേ, സുധാകരനെയാണ് ഉദ്ദേശിച്ചെന്ന് പറയാം. അപ്പൊ അവിടെ സിംഹം എന്നുള്ള ലഫ്ദിനെ ആ വെക്കപ്പെടാത്ത ഒരു മാനയില് പ്രയോഗിച്ചു. പിടിമൃഗം എന്നുള്ള മാനയിൽ പ്രയോഗിക്കാതെ വേറൊരു മാനയിൽ പ്രയോഗിച്ചു. അപ്പൊ അവിടെ എന്തുണ്ട്, മജാസ് ലുഗവി ഉണ്ട് എന്ന് പറയാം. ഇനി നമ്മള് അത് എങ്ങനെയാണ് ഇസ്തിആറത്താണ് നോക്കി. സിംഹം എന്നുള്ള ലഫ്ദിലേക്ക് വെക്കപ്പെട്ട മാന എന്ന് പറഞ്ഞാൽ പിടിമൃഗമാണ്, അതായത് വേട്ടയാടുന്ന ജീവി എന്നാണ്. ആ വേട്ടയാടുന്ന ജീവിയും സുധാകരനും തമ്മിലുള്ള സദൃശത ഉദാഹരണം പറയാനുണ്ടോ? ഇനിയിപ്പോ CPM ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അടിണ്ടാക്കരുത്. സദൃശത ധീരത എന്നുള്ളതാണ്. അപ്പോ റഅയ്തു അസദൻ ഫിൽ ബഹരി എന്നുള്ളത് ഇസ്തിആറത്താണ്, മജാസ് ലുഗവിയിൽ നിന്നുള്ള ഇസ്തിആറത്താണത്. ഇനി മജാസ് മുർസലിക്ക് ഉള്ള ഒരു ഉദാഹരണം പറയാണ്. മഴ വിത്ത് വിതച്ചു. സോറി, ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാണ്, വേറൊരു ഉദാഹരണം ആക്കി തരാം. അള്ളാഹു ആകാശത്തിൽ നിന്ന് വിത്തിനെ ഇറക്കി. അള്ളാഹു ആകാശത്തിൽ നിന്ന് വിത്തിനെ ഇറക്കി. ഇവിടെ നിങ്ങൾ ഈ ഉദാഹരണം നോക്കി. അള്ളാഹു ആകാശത്തിൽ നിന്ന് വിത്തിനല്ലല്ലോ ഇറക്കണത്, അള്ളാഹു ആകാശത്തിൽ മഴയല്ല ഇറക്കണത്. അപ്പൊ മഴ കാരണമായിട്ട്, മഴ സബബായിട്ട് ഉണ്ടാകുന്ന ഒരു മുസബ്ബബ്, മഴ കാരണമായിട്ട് ഉണ്ടാകുന്ന സംഗതിയാണ് വിത്ത് എന്ന് പറഞ്ഞാൽ. അതോടെ അള്ളാഹു ആകാശത്തിൽ നിന്ന് ഫലങ്ങളെ ഇറക്കി എന്ന് പറയാണ്. ഒരു ഉദാഹരണത്തിന് അള്ളാഹു ആകാശത്ത് നിന്ന് ഫലങ്ങളെ ഇറക്കില്ലല്ലോ, മഴനല്ലേ ഇറക്കണത്. അപ്പൊ ഫലം എന്നുള്ള ലഫ്സ്, ആ ലഫ്സ് വെക്കപ്പെടാത്ത മാനാന്റെ മേലെ അവിടെ അറിയിച്ചത്. അപ്പൊ അത് മജാസ് ലുഗവിയാണ്. പക്ഷെ ഇവിടുത്തെ അലാഖത്ത് എന്താണ്? വെക്കപ്പെട്ട മാനയും വെക്കപ്പെടാത്ത മാനയും തമ്മിൽ ഒന്ന് മറ്റതിന് മുസബ്ബബാണ് എന്നുള്ളതാണ്. അതായത്
ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട മാന മഴ എന്നുള്ളതാണ്. ആ മഴയുടെ മുസബ്ബബാണ് ഫലങ്ങൾ. ഇവിടെ മുസബ്ബബിനെയാണ് പറഞ്ഞത്, പക്ഷെ സബബിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ഖുലാസ, മജാസ് രണ്ട് രൂപത്തിലുണ്ട്, മജാസ് അഖലി, മജാസ് ലുഗവി. ഇതിൽ മജാസ് ലുഗവി രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്നെങ്കിൽ അത് ഇസ്തിആറത്തായിരിക്കും, അല്ലെങ്കിൽ മജാസ് മുർസലായിരിക്കും. ഈ ഇസ്തിആറത്തും മജാസ് മുർസലും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് ഇസ്തിയാറ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി. അതായത് ഒരു ലഫ്ദ്, ആ ലഫ്ദ് വെക്കപ്പെടാത്ത മാനാന്റെ മേൽ പ്രയോഗിക്കലാണ്. വെക്കപ്പെട്ട മാനയും വെക്കപ്പെടാത്ത മാനയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? മുഷാബഹത്തായിരിക്കും. അപ്പോ തഷ്ബീഹിനെക്കാട്ടിലും ഉയർന്ന ഘട്ടാണ് ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ. തഷ്ബീഹിൽ സെയ്ദ് സിംഹത്തെ പോലെയാണ്, അല്ലെങ്കിൽ സെയ്ദ് സിംഹമാണ് എന്നൊക്കെയാണ് ഉണ്ടാവുക. എന്നാൽ പിന്നെ ഇസ്തിആറത്താകുന്ന സമയത്ത് സെയ്ദ് സിംഹത്തെ പോലെയാണ് എന്നൊന്നും ആയിരിക്കില്ല പറയാം. ഇവിടെ എല്ലാവർക്കും വരുന്ന ഒരു സംശയമുണ്ട്. ഒരു തഷ്ബീഹ് ബലീഗ്, തഷ്ബീഹ് ബലീഗ് എന്ന് പറഞ്ഞാല് അദാത്തു തഷ്ബീഹും വജുഹുഷബഹും ഒക്കെ ഇല്ലാത്ത തഷ്ബീഹിനിക്കാണ് തഷ്ബീഹ് ബലീഗ് എന്ന് പറയാം. ഇപ്പൊ സെയ്ദുൻ അസദുൻ എന്ന് പറയുന്നത് പോലെ. അപ്പൊ സെയ്ദുൻ അസദ് എന്നുള്ളത് എന്തുകൊണ്ട് ഇസ്തിയാറ ആയിക്കൂടാ? അതിന് മറുപടി, ഇസ്തിയാറത്തിന്റെ ശൈലി തഷ്ബീഹിന്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് തഷ്ബീഹിൽ ഒന്നെങ്കിൽ മുഷബ്ബഹോ മുഷബ്ബഹ് ബിഹിയോ ഒക്കെ പറയപ്പെടും, പക്ഷെ ഇസ്തിയാറത്തിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കളയപ്പെടും എന്നുള്ളതാണ് ഇസ്തിയാറത്തും തഷ്ബീഹും തമ്മിലെ ഒരു കാതലായ വ്യത്യാസം. ഇനി ഹെഡിങ് ചെയ്ത ഓരോ ഇസ്തിയാറത്തിലേക്ക് നമുക്ക് എടുക്കാണ്. ഒന്ന് ഇസ്തിയാറ മുസറഹ. ഇസ്തിയാറ മുസറഹ ഇസ്തിയാറ മുസറഹ എന്ന് പറഞ്ഞാൽ, സ്വറഹ എന്ന് പറഞ്ഞ ലഫ്ദിന്റെ അർത്ഥം വ്യക്തമാക്കുക എന്നുള്ളതാണ്. മുഷബ്ബഹ് ബിഹിയെ വ്യക്തമാക്കപ്പെട്ട ഇസ്തിയാറത്തിനേക്കാണ് ഇസ്തിയാറ മുസറഹ എന്ന് പറയുന്നത്. ഹിയൽ ഇസ്തിയാറ അല്ലത്തി സുർരിഹ ഫീഹ ബിദിക്രിൽ മുഷബ്ബഹി ബിഹി. മുഷബ്ബഹി ബിഹിയെ പറയൽ കൊണ്ട് വ്യക്തമാക്കപ്പെട്ട ഇസ്തിയാറത്തിനാണ് ഇസ്തിയാറ മുസറഹ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കി. റഅയ്തു
അസദൻ റഅയ്തു അസദൻ ഫിൽ ഖറിയ, ഗ്രാമത്തിൽ ഞാനൊരു സിംഹത്തെ കണ്ടു. അല്ലെങ്കിൽ റഅയ്തു അസദൻ ഫി ബൈത്തി എന്ന് പറയാം. ഇവിടെ ഒരു വ്യക്തിയെ സിംഹത്തോട് സദൃശ്യപ്പെടുത്തുകയാണ്. പക്ഷെ സദൃശ്യമാകുന്ന വ്യക്തി ഇവിടെ പറയുന്നില്ല. ഞാൻ സിംഹത്തെ കണ്ടു എന്നാണ് പറയുന്നത്. ഞാൻ ഒരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തി സിംഹത്തെ പോലെയാണ്. അത് തശ്ബീഹാണ്, ശ്രദ്ധിക്കുക. റഅയ്തു ഷഖ്സൻ, ഞാനൊരു വ്യക്തിയെ കണ്ടു. ഹുവ, ആ വ്യക്തി കൽ അസദി, സിംഹത്തെ പോലെയാണ്. ഫി ശജാഅത്തി, ധീരതയിൽ. അങ്ങനൊന്നുമില്ല ഇവിടെ. സാധാരണ തശ്ബീഹിന്റെ കോലത്തിലൊന്നല്ല. എന്റെ വീട്ടിൽ ഞാനൊരു സിംഹത്തെ കണ്ടു എന്ന് പറയും. അപ്പൊ ഇവിടെ മുഷബ്ബഹ് ബിഹി ആയ സിംഹത്തെ പറഞ്ഞു. മുഷബ്ബഹായ ആളെ എന്തായി കളഞ്ഞു. മുഷബ്ബഹിനെ കളഞ്ഞു. മുഷബ്ബഹ് ബിഹി വ്യക്തമാക്കപ്പെട്ടു. ഇനി അടുത്ത ഇസ്തിആറ മക്നിയ. ഇസ്തിആറ മക്നിയ എന്ന് പറഞ്ഞാല് ഇസ്തിആറ മുസറഹയുടെ നേരെ വിപരീതം. മുഷബ്ബഹ് ബിഹിയെ കളയപ്പെടുകയും മുഷബ്ബഹിനെ പറയപ്പെടുകയും ചെയ്യപ്പെടുന്ന ഇസ്തിആറത്താണ് ഇസ്തിആറ മക്നിയ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്. അഹദ ഇസ്തിആറ മക്നിയക്ക് ഒരു ഉദാഹരണം പറയാണ്. അഹദ അബി, എന്റെ ഉപ്പയെ പിടിച്ചു. അളാഫിറുൽ മനിയത്തി, മരണത്തിന്റെ നഖങ്ങൾ എന്റെ ഉപ്പയെ പിടിച്ചു. അഹദ അബി, എന്റെ ഉപ്പയെ പിടിച്ചു. അളാഫിറുൽ മനിയത്തി, മരണത്തിന്റെ നഖങ്ങൾ. ഇവിടെ നമുക്ക് മനസ്സിലാകും, എന്റെ പിതാവിനെ മരണത്തിന്റെ നഖങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ മരണത്തെ ഒരു മൃഗവുമായിക്കൊണ്ട്, പിടിമൃഗവുമായിക്കൊണ്ട് സദൃശ്യമാക്കുകയാണ്. എന്നിട്ട് മുഷബ്ബഹ് ബിഹിയായ മൃഗത്തെ കളയുകയും ആ മൃഗത്തിനുണ്ടാകുന്ന ഒരു വിശേഷണം എന്നുള്ള
മൃഗങ്ങൾക്കുണ്ടാകുന്ന നഖങ്ങൾ എന്നുള്ളത് മുഷബ്ബഹായ മരണത്തിന് സ്ഥിരപ്പെടുത്തുകയും ചെയ്യാം. അപ്പൊ ശരിക്ക് മരണത്തിന്റെ നഖങ്ങൾ എൻ്റെ ഉപ്പയെ പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് മരണത്തെ മൃഗവുമായി കൊണ്ട് സദൃശമാക്കുകയും മൃഗം എന്നുള്ള മുഷബ്ബഹ് ബിഹിയെ കളയുകയും ആ മൃഗത്തിന്റെ ലാസ്യമായ നഖങ്ങൾ എന്നുള്ളത് മനുഷ്യനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇസ്തിആറത്തിനിക്ക് ഇസ്തിആറ മക്നിയ എന്ന് പറയും. അപ്പൊ ഇസ്തിആറ മുസറഹ, ഇസ്തിആറ മക്നിയ, ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. കാരണം എക്സാമിന് പല ഉദാഹരണങ്ങൾ വന്നിട്ട് അവർ ചോദിക്കും ഇതിൽ ഏത് ഇസ്തിആറത്താണുള്ളത് എന്താണെന്നുള്ള സംഗതി. അപ്പൊ നമ്മുടെ തഖ്സീം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് മൊത്തത്തില് മജാസിനെ തഷ്ബീഹിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. തഷ്ബീഹ് 5 ഐറ്റംസ് ആക്കി. തഷ്ബീഹ് മുർസൽ, അതുപോലെ തന്നെ തഷ്ബീഹ് മുഅക്കദ്. ഇത് രണ്ടും അദാത്തു തഷ്ബീഹുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അദാത്തു തഷ്ബീഹ് ഉണ്ടെങ്കിൽ തഷ്ബീഹ് മുർസൽ എന്ന് പറയും. അദാത്തു തഷ്ബീഹ് ഇല്ലെങ്കിൽ തഷ്ബീഹ് മുഅക്കദ് എന്ന് പേര് പറയും. പിന്നെ വജുഹുഷബഹ് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തഷ്ബീഹ് മുഫസ്സൽ എന്ന് പറയും. വജുഹുഷബഹ് പറയപ്പെട്ടില്ലെങ്കിൽ തഷ്ബീഹ് മുജ്മൽ എന്ന് പറയും. അദാത്തു തഷ്ബീഹും വജുഹുഷബഹും രണ്ടും കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തഷ്ബീഹ് ബലീഗ് എന്ന് പേര് പറയും. പിന്നെ നമ്മൾ മജാസ് ലുഗവിയിലേക്ക് കടന്നു. മജാസ് 2 ഐറ്റംസ് ആണ്. മജാസ് അഖ്ലി ഉണ്ട്, മജാസ് ലുഗവി ഉണ്ട്. അഖ്ലിയ മജാസ് എന്ന് പറഞ്ഞാൽ ഇസ്നാദിലുള്ള മജാസ് ആയിരിക്കും. ഒരു ഫീലിനെ തന്റെ ഹക്കീക്കിയ ഫായിലേക്ക് അല്ലാതെ ഇസ്നാദ് ചെയ്യുക. അതിനേക്കാണ് അഖ്ലിയ മജാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇസ്നാദിലുള്ള മജാസ്, അല്ലെങ്കിൽ ഇസ്ബാത്തിലുള്ള മജാസ്, അഖ്ലിയ മജാസ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഇനി നേരെ മറിച്ച് ലഫ്ദിലുള്ള മജാസ് ആണ് എങ്കിൽ അതിനിക്ക് മജാസ് ലുഗവി എന്ന് പേര് പറയും. മജാസ് ലുഗവി 2 ഉണ്ട്. ഒന്ന് മജാസ് മുർസല്, ഒന്ന് ഇസ്തിആറത്ത്. വെക്കപ്പെട്ട മാന, ഒരു ലഫ്ദ് അതിന്റെ വെക്കപ്പെടാത്ത മാനയിൽ പ്രയോഗിക്കുന്നതിനേക്കാണ് മജാസ് ലുഗവി എന്ന് പറയാം. അങ്ങനെ വെക്കപ്പെടുന്ന മാനയും വെക്കപ്പെടാത്ത മാനയും തമ്മിലുള്ള ബന്ധം, അത് സദൃശ്യത എന്നുള്ള വിഷയമാണെങ്കിൽ അത് മുഷാബഹത്ത് എന്ന് പേര് പറയും. സദൃശ്യത അല്ലെങ്കിൽ അത് മജാസ് മുർസലായിരിക്കും. സദൃശ്യതയാണെങ്കിൽ ഇസ്തിആറത്തായിരിക്കും, അല്ലെങ്കിൽ മജാസ് മുർസലായിരിക്കും. ഇസ്തിആറത്ത് പല ഐറ്റംസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഇസ്തിആറ മുറഷഹ, ഇസ്തിആറ മക്നിയ എന്ന് പറഞ്ഞാൽ. മജാസ് മുർസലിലേക്ക് ഒരുപാട് അലാഖത്തുകളുണ്ട്. അതിന്റെ ഈ ഫോട്ടോ ഉദാഹരണ സഹിതം ഞാൻ ഗ്രൂപ്പിലിടാം ഇൻഷാ അല്ലാഹ്. ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി ബലാഗയിലെ ബാക്കി വിഷയവും അതുപോലെ പ്രധാനപ്പെട്ട ആധുനിക യുഗത്തിലെ അൽ മദാരിസുൽ മുഖ്തലിഫ, വ്യത്യസ്ത സ്കൂളുകൾ ഉണ്ടല്ലോ, മദ്രസത്തുൽ ബാത്തി വല്ല ഇഹിയായി, അതുപോലെ തന്നെ അറാബിത്തത്തുൽ ഖലമിയ, അതുപോലെ അൽ ഉസ്ബൽ അന്തലുസിയ, ഈ വിഷയം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഷാബിസ, ഷാഫിസാർ ഓൺലൈനില്ല എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരോടും ക്ലാസ്സിൽ പങ്കെടുത്ത് സഹകരിച്ച എല്ലാവരോടും നന്ദി. ഇൻഷാ അല്ലാഹ്. ഹഫിദക്കും വബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും. നാളെയും കൂടി നമുക്ക് ക്ലാസ് ഉണ്ടാവും. എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം.
അതോടുകൂടി ഈ കോച്ചിങ്ങിന്റെ ക്ലാസ് അവസാനിക്കും. പിന്നെ വേറെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഫസ്റ്റ് പേപ്പറിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അന്വേഷിക്കാം. അസ്സലാമു അലൈക്കും.